മോളെ, എൻ്റെ മകന് നിന്നെ വേണം. അതാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നീ ഇവിടം വിട്ടു പോകുന്നത് രുദ്രൻ ഒട്ടും ഇഷ്ടമല്ല. ദയവേത് മുറിയിലേക്ക് ചെല്ല് മോളെ. രുദ്രൻ വിളിച്ചത് കേട്ടില്ലേ? മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നുകൂടൊന്ന് വ്യക്തമായി കൊടുക്കുകയാണ് ലക്ഷ്മി. ദക്ഷ. രുദ്രൻ ഉറക്കെ വിളിച്ചതും ദാ വരുന്നുവെന്ന് അറിയാതെ പറഞ്ഞുപോയി അവൾ. അത് കേട്ടതും ലക്ഷ്മിയുടെ മുഖം പ്രകാശിച്ചു. ദക്ഷ അവളുടെ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. അമ്മേ, ഇന്ന് പോണോ? ഒരു ദിവസം എൻ്റെ കൂടെ നിൽക്കുമോ? നീ ഇവിടെ പൊറുക്കാൻ തന്നെയാണോ തീരുമാനിച്ചത്? വിശ്വനാഥൻ മകളെ നോക്കി. അച്ഛാ, ഞാൻ വരുന്നില്ല, അച്ഛൻ പൊയ്ക്കോളൂ. എടി! അയാൾ അലറിയതും ദക്ഷ മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞു. അനുഭവിക്കും നീ. ഒരാണ്ട് തികയ്ക്കുന്നത് എനിക്കൊന്ന് കാണണം, കേട്ടോടി ചൂലെ. ആക്രോശിച്ചുകൊണ്ട് വിശ്വനാഥൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലക്ഷ്മി ചേച്ചി. ലേഖ വന്നിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. എൻ്റെ മകൻ അവളെ ജീവൻ്റെ ജീവനാണ്. ഒരു ദിവസം പോലും അവൻ അവളെ അരികിൽ നിന്ന് മാറ്റില്ല. ചെറു പുഞ്ചിരിയോടെ ലക്ഷ്മി പറഞ്ഞു. നീ ഇവിടെ പെറ്റുകിടക്കാൻ വന്നതാണോടി? പെട്ടെന്നായിരുന്നു വെളിയിൽ നിന്നും വിശ്വനാഥൻ്റെ ഗർജനം കേട്ടത്. ചേച്ചി പോട്ടെ. ലക്ഷ്മിയുടെ കയ്യിൽ ഒന്നുകൂടെ തഴുകിയിട്ട് ലേഖ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ദക്ഷ മുറിയിലെത്തി. രുദ്രൻ അപ്പോഴും കിടക്കയിലിരിപ്പുണ്ട്. ദക്ഷ അവൻ്റെ അരികിലേക്ക് ചെന്നു. രുദ്രേട്ടൻ എന്നോട് പോകണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് രുദ്രേട്ടൻ്റെ ഉദ്ദേശം? അതെനിക്കറിയണം. അവൾ അവൻ്റെ നേർക്ക് ശബ്ദമുയർത്തി. അവനാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലാണിരിപ്പ്. ഞാൻ ചോദിച്ചു കേട്ടില്ലേ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ചിലക്കാതെ പോടി. പോകുന്നതിപ്പോൾ കാണണോ? അവൾ അവനെ ഒന്ന് വെല്ലുവിളിക്കാൻ ശ്രമിച്ചു. കാണണം. പെട്ടെന്ന് രുദ്രൻ അവളെ നോക്കി പറഞ്ഞു. അതെ, എൻ്റെ അച്ഛൻ വന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വിട്ടില്ല? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. നിങ്ങൾക്കെന്താ എന്നോട് പ്രണയമാണോ? നിന്നോടോ? രുദ്രൻ അവളുടെ നേർക്ക് മുഖം ഉയർത്തിക്കൊണ്ട് ചോദിക്കുകയും ഒപ്പം ഒന്ന് ഉറക്കെ ചിരിക്കുകയുമാണ്. ദക്ഷയ്ക്കാണെങ്കിൽ പെട്ടെന്ന് താൻ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി. എന്താ നിങ്ങൾ ഇത്രയ്ക്ക് ചിരിക്കാനിവിടെ? നീ തമാശ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ചിരിച്ചെന്നേ ഉള്ളൂ. രുദ്രൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ആണോ? അത്രയ്ക്ക് തമാശയായിപ്പോയോ? പിന്നല്ലാതെ. എനിക്ക് നിന്നോട് പ്രണയമുണ്ടോന്ന്? ഇതൊക്കെ കേട്ടാൽ എങ്ങനെ ചിരി വരും? പ്രണയിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സാധനം. അവൻ തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്ത് അതിലെന്തോ സ്ക്രോൾ ചെയ്തു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ദക്ഷ അരികിൽ നിന്ന് പോകുന്നില്ലെന്ന് മനസ്സിലായതും അവൻ വീണ്ടും അവളെ നോക്കി. കലിപ്പ് ഭാവത്തിൽ നിൽക്കുകയാണ് ദക്ഷ. എന്താടി? എൻ്റെ പിന്നാലെ നിങ്ങൾ വരും. ഈ ദക്ഷയില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ലെന്ന് നിങ്ങൾ പറയും. അതിനൊന്നും അധികം കാലതാമസം വേണ്ട രുദ്രേട്ട. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാൽ ഫലിക്കുമെന്നോർത്താണോ? സ്വപ്നമാണോ നമുക്കറിയാം. ആയിക്കോട്ടെ. രുദ്രൻ തലകുലുക്കിയതും ദക്ഷ തിരിഞ്ഞ് അവളുടെ ബാഗ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അത് തുറന്ന് ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് വെളിയിൽ വെച്ചു. നാളെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. അതിനുശേഷം ഇത്തിരി നേരം വെറുതെ ഇരുന്നു. രുദ്രൻ മച്ചിലേക്ക് കണ്ണുനട്ടങ്ങനെ കിടക്കുകയാണ്. ഇത്രയ്ക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ കണ്ണാ. അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം പോയാൽ മതിയായിരുന്നു. അതായിരുന്നെങ്കിൽ ആ വല്യമ്മയുടെ മുഖം കാണണ്ടായിരുന്നു. അവൾ ആരോടുന്നല്ലാതെ പറഞ്ഞു. നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? രുദ്രൻ ചോദിച്ചത് അവൾക്ക് ദേഷ്യം വന്നു. ഞാനിവിടുത്തെ വേലക്കാരിയാണെന്നാണോ നിങ്ങളുടെ ധാരണ? അതുകൊണ്ടാ പറഞ്ഞയക്കാത്തത്. രുദ്രൻ പറയുന്ന കേട്ടതും ദക്ഷയ്ക്ക് വീണ്ടും കലി കയറി. എഴുന്നേറ്റവൻ്റെ അരികിലേക്ക് വന്നപ്പോൾ പെണ്ണിനെ ക്ഷോഭം കൊണ്ട് വിറച്ചു. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലാണ്ട് നിങ്ങളുടെ ഇമ്മാതിരി ഡയലോഗും കൊണ്ട് എൻ്റെ അടുത്ത് ഇരുന്നാലുണ്ടല്ലോ, ഈ ദക്ഷ ആരാണെന്ന് ഞാൻ അറിയിക്കും. അല്പം കുനിഞ്ഞ് അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കയർത്ത് പറയുകയാണ് ദക്ഷ. പെട്ടെന്ന് രുദ്രൻ അവളുടെ വിരലിൽ പിടിച്ചൊന്ന് തിരിച്ചു വിട്ടു. വേദന കൊണ്ട് അവൾ ഉറക്കെ കരഞ്ഞു. വിട്ടേ രുദ്രേട്ടാ. പെണ്ണ് കിടന്ന് കുതിറിയെങ്കിലും രുദ്രൻ പിടിവിട്ടില്ല. പകരം അവളെ തൻ്റെ നേർക്ക് വലിച്ചടുപ്പിച്ചതും ദക്ഷ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ആ മാറിടങ്ങൾ അവനെ പൊൽക്കിയതും അവൾ ശ്വാസമൊന്ന് എടുത്തു വലിച്ചു. രുദ്രേട്ടാ, എന്താ ഇത്? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി.
പക്ഷേ രുദ്രൻ ഇടം കൈയാൽ അവളെ ചുറ്റിപ്പിടിച്ചു. കൈ വേദനിക്കും, വിട്ടേ മര്യാദയ്ക്ക്. ദക്ഷ പിന്നെയും പറഞ്ഞു. അവൻ അനങ്ങിയില്ല. ഞാൻ കടിക്കും കേട്ടോ പറയുകയും ഒപ്പം അവൾ അവൻ്റെ നെഞ്ചിൽ ചെറുതായി ഒന്ന് പല്ല് താഴ്ത്തി. എന്നാൽ അതിനു മുന്നേ രുദ്രൻ്റെ ഇടങ്കൈ അവളുടെ ഇടുപ്പിലൂടെ താഴേക്കിറങ്ങാൻ ഒരു ശ്രമം നടത്തി. യോ എൻ്റെ മഹാദേവ! വിളിച്ചുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ചാടി എഴുന്നേറ്റു. കിതച്ചുകൊണ്ട് അവനെ നോക്കിയപടി നിൽക്കുകയാണ് ദക്ഷ. രുദ്രനാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ, രാമനാരായണ എന്ന് മട്ടിൽ കിടന്നു. നിങ്ങളൊരു വൃത്തികെട്ടവനാണല്ലേ, തനി ആവാസൻ. ദക്ഷ പല്ലിറമ്മിക്കൊണ്ട് പറഞ്ഞതും രുദ്രൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഡി, നിന്റെ തന്തയല്ലടി ഞാൻ. രുദ്രൻ അവളുടെ നേർക്ക് പാഞ്ഞു വന്നതും ദക്ഷ പിന്നിലേക്ക് പോയി. ചുവരിൽ തട്ടി അവൾ നിൽക്കുകയാണ്. അവൻ അവളുടെ ശരീരത്തിലേക്ക് ചേർന്ന് വന്നു. ആഭാസൻ എങ്ങനെയുള്ളവനാണെന്ന് നിന്നെ ഞാൻ അറിയിച്ചു തരണോ? അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു. രുദ്രേട്ടാ വിട്ടേ, എനിക്ക് നല്ലോണം വേദനിക്കുന്നു കേട്ടോ, അവളൊരു പ്രകാരത്തിൽ പറഞ്ഞു. നീ പറഞ്ഞ വാചകങ്ങളില്ലേ, അതൊക്കെ നിന്റെ തന്തയ്ക്കാണ് അലങ്കൃതം, അല്ലാതെ എൻ്റെ നേരെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാലുണ്ടല്ലോ, ശരിക്കും ഈ രുദ്രൻ ആരാണെന്ന് നീ അറിയും. കഷ്ടമുണ്ട്, മാറിക്ക്, ഞാൻ അമ്മയെ വിളിക്കാൻ പോവാട്ടോ, ദക്ഷ മെല്ലെ പറഞ്ഞു. വിളിക്കടി, നീ വിളിക്ക്, എന്നിട്ട് അമ്മയോട് പറയേ. രുദ്രൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുക്കി. സത്യത്തിൽ അവനെ നോക്കാൻ പോലും ദക്ഷയ്ക്ക് ഭയമായിരുന്നു. രുദ്രൻ വഴക്കു പറഞ്ഞതും മെല്ലെ അവൾ മുഖം താഴ്ത്തി. ഞാൻ നാളെ പൊയ്ക്കോളാം, അതാണ് നമുക്ക് രണ്ടാൾക്കും നല്ലത്. രുദ്രേട്ടൻ എന്തിനാ ഏട്ടൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കുന്നത്? ആകെ കൂടിയൊന്ന് കണ്ണടച്ച് തുറന്നാൽ തീരാന്നതേ ഉള്ളൂ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത്. മനസ്സിലിണങ്ങിയ ഒരു പെണ്ണിൻ്റെ കൂടെ സ്വസ്ഥമായും സമാധാനമായും ജീവിച്ച ശേഷം അവളിലൂടെ തലമുറകളെ വാർത്ത് അവരെയൊക്കെ നല്ലവരായി വളർത്തിയിട്ട് ഒരു നല്ല നിലയിൽ എത്തിച്ച് ഈ ജീവിതം സാക്ഷാത്കരിക്കുന്നതല്ലേ നല്ലത്? അതിനു പകരം ഞാൻ ഒരിക്കലും ശരിയാവില്ല പറയുകയും അവൾക്ക് ചെറുതായി വാക്കുകൾ ഇടറി. 1 വർഷം കഴിയട്ടെ, അതിനുശേഷം നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം. നീ എന്നുവരെയാണോ എൻ്റെ ഭാര്യയായിട്ടുള്ളത് അതുവരെ ഇവിടെ കാണും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംസാരം വേണ്ട, ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ചാൽ മതി. തേവർമഠത്തിലെ രുദ്രനാരായണന് വാക്കൊന്നേ ഉള്ളൂ. രുദ്രൻ ദക്ഷയെ നോക്കി പറഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എത്ര ആലോചിച്ചിട്ടും രുദ്രനെ അവൾക്ക് മനസ്സിലായില്ല. എന്താണ് രുദ്രൻ്റെ ഉദ്ദേശമെന്ന് കുറേ ചിന്തിച്ചു. പക്ഷേ യാതൊരു ഊഹവും കിട്ടുന്നില്ല. ആ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ലെന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുന്നു. ലീഗലി താൻ ഭാര്യ ആയതുകൊണ്ട് ഇനി അഥവാ താനായിട്ട് എന്തെങ്കിലും അവിവേകം കാണിച്ചെങ്കിൽ രുദ്രേട്ടനെ അത് ബാധിക്കും. അതുകൊണ്ടാവും ഇങ്ങനെ ഒരു പിടിച്ചു നിർത്തൽ. മോളെ, ലക്ഷ്മിയമ്മ വിളിച്ചതും ദക്ഷ അടുക്കളയിലേക്ക് ചെന്നു. രുദ്രൻ ആ നേരത്ത് പുറത്തേക്ക് എവിടെയോ പോയി. രുദ്രൻ എവിടെ പോയി? അറിയില്ലമ്മേ. രാജമരുന്ന് കണ്ടു, എവിടേക്ക് പോയി എന്നറിയില്ല. അമ്മ ചോദിച്ചില്ലേ, അപ്പോഴേക്കും പോയി. ഞാനൊന്ന് വിളിച്ചു നോക്കാം. അവർ ഫോണെടുത്ത് കസേരയിലിരുന്നു. മോനെ, നീ എവിടെ പോയി? അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ലക്ഷ്മി പുറത്തേക്ക് ചെന്നപ്പോൾ രുദ്രൻ കാറിൽ വരുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഇതാരാണ്? ലക്ഷ്മി ഉറക്കെ പറയുന്ന കേട്ടതും ദക്ഷയ്ക്ക് ചങ്കിടിച്ചു. ദൈവമേ, കുരിശാണോ അത്? അവളൊന്ന് എത്തി വലിഞ്ഞു നോക്കി. സുന്ദരിയായ ഒരമ്മ, നെറ്റിയിൽ വലിയൊരു വട്ടപ്പൊട്ടും അതിൻ്റെ മേലെ ഒരു ഭസ്മക്കുറിയും, വീതി കസവ് സെറ്റോട് തെറിഞ്ഞു വരുന്ന ഐശ്വര്യമുള്ള അമ്മയെ അവൾ നോക്കിയപടി നിന്നുപോയി. ലക്ഷ്മി അമ്മ ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് ദക്ഷ ഊഹിച്ചു. ഒരു മുന്നറിയിപ്പില്ലാതെ അമ്മ വന്നല്ലോ. ഇതൊക്കെയല്ലേ മോളിയൊരു സന്തോഷം. എവിടെ രുദ്രൻ്റെ പെണ്ണ്? അകത്തേക്ക് നോക്കി അവർ ചോദിച്ചതും ലക്ഷ്മിയമ്മ തിരിഞ്ഞെടുത്ത് പേരെടുത്ത് വിളിച്ചു. ദക്ഷ, മോളെ. അമ്മ വിളിക്കുന്ന കേട്ട് ദക്ഷ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. മോളെ, ഇതെൻ്റെ അമ്മയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, പത്മാവതി അമ്മ. ലക്ഷ്മിയമ്മ പറഞ്ഞതും ദക്ഷയുടെ മുഖം വിടർന്നു. അവൾ അരികിലേക്ക് വന്നതും പത്മാവതി അമ്മ ദക്ഷയെ ചേർത്ത് പിടിച്ചു. മോളെ, അമ്മക്കിളി ആദ്യമായിട്ട് കാണുമല്ലേ? ഓവ് പറഞ്ഞുകൊണ്ടവൾ അവരുടെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചു. ദീർഘ സുമംഗലീ ഭവ. അവർ ദക്ഷയുടെ നെറ്റിമേൽ മുത്തം കൊടുത്തു.
ലക്ഷ്മിയമ്മയുടെ സഹോദരനും കുടുംബവും ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അവരുടെ ഒപ്പമാണ് പത്മാവതി അമ്മ. വല്ലപ്പോഴും നാട്ടിലേക്ക് വരുള്ളൂ. ഓണത്തിന് എത്തുമെന്നുള്ളത് ലക്ഷ്മിയമ്മ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര സർപ്രൈസായിപ്പോയി. എല്ലാവർക്കും കുടിക്കാനായി ദക്ഷ ചായ കൊണ്ടുവന്ന് കൊടുത്തു. രുദ്രൻ കൊടുത്തപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി. മുഖം അപ്പോഴും ഗൗരവത്തിലാണ്. വേലക്കാരുടെ കയ്യിൽ നിന്ന് കുടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രുദ്രേട്ട? ദക്ഷ ശബ്ദം താഴ്ത്തി അവനോട് ചോദിച്ചു. വളരെ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് അമ്മയും മകളും ഒരുപാട് നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അമ്മമ്മ വരാൻ താമസിച്ചത് നന്നായി എന്ന് ദക്ഷ ഓർത്തു. തൻ്റെ അച്ഛനും അമ്മയും ഇവിടെയുള്ള നേരത്തെങ്ങാനും ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ. രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് ഒന്നുകൂടി ചൂടാക്കി പ്ലേറ്റിലേക്ക് പകർന്നു വെച്ച് ദക്ഷ ഹോളിലേക്ക് ചെന്നു. അമ്മമ്മയുടെ മടിയിൽ കിടക്കുകയാണ് രുദ്രൻ. അവരാണെങ്കിൽ അവൻ്റെ മുടിയിൽ വിരൽ ഓടിച്ചുകൊണ്ട് വിശേഷമൊക്കെ പറയുന്നുണ്ട്. അവരുടെയൊക്കെ മുൻപിൽ താനൊരു അന്യായതുപോലെ ദക്ഷയ്ക്ക് തോന്നി. പിന്തിരിഞ്ഞ് വീണ്ടും അവൾ അടുക്കളയിലേക്ക് പോകുന്നത് രുദ്രൻ കണ്ടു. അമ്മേ, ഭക്ഷണം കഴിക്കാം, അമ്മമ്മയ്ക്ക് വിശക്കുന്നുണ്ടാവും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. അന്ന് ആദ്യമായിട്ടാണ് ദക്ഷ രുദ്രൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. പക്ഷെ അമ്മമ്മ എന്ത് കരുതുമെന്നോർത്തു. രുദ്രൻ അടുത്തിരിക്കുന്നതുകൊണ്ട് അവൾക്ക് ശരിക്കും കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രേ കഴിക്കുള്ളൂ മോളെ? അവളുടെ കഴിപ്പ് കണ്ടുകൊണ്ട് പത്മാവതി ചോദിച്ചു. ഈ കുട്ടി ഇങ്ങനാ 2 ഉരുള ചോറുണ്ണും, എന്നിട്ട് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമേ. ലക്ഷ്മിയമ്മയാണ്. അവർ പറയുന്ന കേട്ടതും പത്മാവതി അമ്മ ദക്ഷയെ നോക്കി കണ്ണുരുട്ടി. അത് പറ്റില്ല. ദേ രുദ്രപ്പനെ നോക്കി, ഇവൻ്റെ പാതി പോലും ഇല്ല നീ. കുറച്ചുകൂടെ തടി വേണം കേട്ടോ. പിന്നെ ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടിക്കോളും. അവർ പറഞ്ഞു തീർന്നതും ദക്ഷയുടെ നെറുകയിൽ ഭക്ഷണം കുടുങ്ങി. അവൾ ഉറക്കെ ചുമച്ചു. പെട്ടെന്ന് ലക്ഷ്മിയമ്മ എഴുന്നേറ്റ് അവൾക്കൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു കൊടുത്തു. അതും കുടിച്ചുകൊണ്ട് ദക്ഷ ശ്വാസമെടുത്ത് വലിച്ചു. ഇതൊന്നും ശ്രദ്ധിക്കാതെ രുദ്രൻ ഇരിപ്പുണ്ട്. ലക്ഷ്മിയമ്മയാണ് അവന് ഭക്ഷണം വാരി കൊടുക്കുന്നത്. ഒപ്പം അമ്മയും കഴിക്കുന്നുണ്ട്. അത്താഴത്തിന് ശേഷം പിന്നെയും എല്ലാവരും കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. കുറച്ച് ടെസ്റ്റുകൾ വായിക്കാനുണ്ടെന്ന് പറഞ്ഞ് ദക്ഷ മുറിയിലേക്ക് പോയി. ബെഡൊക്കെ നന്നായി കൊട്ടി വിരിച്ചു. ശേഷം ഇത്തിരി നേരം നാളെ പഠിപ്പിക്കാനുള്ള പോർഷൻസൊക്കെ നോക്കി. അരമണിക്കൂറോളം അവൾ അങ്ങനെയിരുന്നു. രുദ്രൻ കയറി വന്നില്ല. താഴെ നുറക്കിയുള്ള സംസാരവും ചിരിയും ഒക്കെ കേൾക്കാം. അവൾ വാതിൽ ചാരിയിട്ടിട്ട് വന്ന് കിടക്കയിലേക്ക് കയറി കിടന്നു. തലവേദനയും ക്ഷീണവുമൊക്കെ ഉണ്ട്. ഇനി പനിക്കാനാണോ എന്നോർത്ത് ഇത്തിരി നേരം കിടന്നു. ഉറക്കം കണ്ണിലേക്ക് വന്നപ്പോഴാണ് രുദ്രൻ വരുന്നത്. ബാത്റൂമിലൊക്കെ പോയി വന്ന ശേഷം അവനും കിടക്കയുടെ അങ്ങേ തലക്കിലായി കിടന്നു. അടുത്ത ദിവസം കാലത്തെയും രുദ്രൻ്റെ ഒപ്പമാണ് ദക്ഷ സ്കൂളിലേക്ക് പോയത്. ലക്ഷ്മിയമ്മയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറിയപ്പോൾ ഫോൺ റിങ് ചെയ്തു. എടുത്തു നോക്കിയതും അമ്മ. രുദ്രനുള്ളത് കൊണ്ട് ദക്ഷ കോൾ കട്ട് ചെയ്തു. അപ്പോഴേക്കും അമ്മയുടെ ഒരു മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വന്നു. അമ്മയുടെ ചുന്ദരിമുത്തിന് പിറന്നാൾ ആശംസകൾ. അത് വായിച്ചതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അമ്മ, ഞാൻ വിളിക്കാം, ഇപ്പോൾ കാറിലാണ്. അവൾ റിപ്ലൈ കൊടുത്തു. ഇന്ന് തൻ്റെ പിറന്നാൾ, ചിങ്ങമാസത്തിലെ കാർത്തിക, ഓഗസ്റ്റ് 28. എന്നും ഈ ദിവസം ഓർത്തിരിക്കുന്നത് തൻ്റെ അമ്മ മാത്രമാണ്. അടയ്ക്കയും കാപ്പിക്കുരുവും കൊടുത്ത കാശ് കുറച്ച് ചുരുട്ടി പിടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് വെച്ചൊരു പുത്തൻകോടി വാങ്ങിത്തരും. ഒപ്പം ഇത്തിരി പായസവും ഉണ്ണിയപ്പവും ഉണ്ടാക്കും. പരിപ്പും പപ്പടവും കൂട്ടിയ ഒരു ഊണ്. ഇത്രമാത്രം. കഴിഞ്ഞു ആഘോഷം. ജോലി കിട്ടിയ ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം വാങ്ങിക്കൊടുക്കണം എന്നവൾ ഓർത്തിരുന്നു. തന്നെ നേരിട്ട് കാണും മുന്നേ ഇത്രമാത്രം സ്നേഹിച്ച മറ്റൊരാളില്ലെന്നവൾ ഓർത്തു. അമ്മ എപ്പോഴും പറയും, ദച്ചുവിനെ കണ്ടനാൾ മുതൽക്കാണ് ജീവിക്കണമെന്നൊരു പ്രതീക്ഷ വന്നതെന്ന്. എല്ലാ പിറന്നാളിനും അമ്മ വിളിച്ചുണർത്തും. എന്നിട്ട് തലമുടിയിൽ നിറയെ എണ്ണ പുരട്ടി കുളിക്കാനായി പറഞ്ഞു വിടും. കുളി കഴിഞ്ഞു വന്നാൽ പുത്തൻ കോടിയുടെ അമ്പലത്തിലേക്ക്. നാളും തീയതിന്ന് ഒരുമിച്ച് വന്നു. അതാണ് ഇന്നത്തെ പ്രത്യേകത. ദക്ഷ ഇറങ്ങുന്നില്ലേ? രുദ്രൻ ചോദിച്ച് കേട്ടുകൊണ്ട് അവൾ ഒന്നും ഞെട്ടി. സ്കൂളിൻ്റെ വാതിക്കൽ വണ്ടി എത്തിയപ്പോഴാണ് അവൾ സ്കൂളിൽ എത്തിയെന്നുള്ളത് പോലും അറിഞ്ഞത്. തുടരും.
ഇഷ്ടമായെങ്കിൽ റിവ്യൂവും റേറ്റിംഗും നൽകണേ.